എല്ലാവർക്കും സുഖമല്ലേ മുത്തുമണീസ്. അപ്പോൾ ഞാനിന്ന് കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വലിയ കാര്യമായിട്ടുള്ള വീഡിയോ ആയിട്ടൊന്നുമല്ല. അപ്പോൾ പെട്ടെന്ന് റിച്ച് കുട്ടിക്ക് ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പനി. അപ്പോൾ അവൾ ഇന്നലെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ റേസ് കുട്ടിയും രണ്ടാളും സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ ഫാത്തിമക്കുട്ടിനെ സ്കൂളിൽ വിട്ട് റേസിനെ സ്കൂളിൽ വിട്ടിട്ട് ഇന്ന് റിച്ച് കുട്ടൻ നമ്മുടെ കുറച്ച് അടുത്തുള്ള നമ്മൾ ആദ്യം ഇരുന്ന വെണ്ണക്കരയിൽ ആദ്യം ഇരുന്ന അവിടെ ഹെൽത്ത് സെൻ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്ക് ഒന്ന് കൊണ്ട് കാണിക്കാൻ വിചാരിച്ചു. അപ്പോൾ അവിടെ പോയപ്പോൾ ഡോക്ടർ ഒരുപാട് മരുന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. കഫക്കെട്ടിന് ആവി പിടിക്കാനും പിന്നെ അവളുടെ സ്കിന്ന് വന്നിട്ട് ഡ്രൈ സ്കിന്നായിട്ട് പൂപ്പൽ വന്നിക്കണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിനുള്ള മരുന്നും സോപ്പും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ പാടെ ഒരു 1,500 റുപ്യ അപ്പം തന്നെ ആയി. അപ്പോൾ എന്തായാലും ഡോക്ടർ ഫീസ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ള ചിലവാട്ടോ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ നമ്മുടെ വെണ്ണക്കര അവൾക്കുള്ള ഓക്സിജൻ ഇതിന് മരുന്ന് ഒറ്റിക്കണ ഓക്സിജൻ പിടിക്കുന്നതും മരുന്നും ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ ഇതാട്ടോ നമ്മുടെ ഇവിടുത്തെ ഹെൽത്ത് സെൻറ്റർ. അപ്പം വേഗം ഓടി വരുന്നത് ഇവിടെ കേട്ടോ. ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ മേപ്പറമ്പ് ദൂരമായതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരണം. അപ്പോൾ പിന്നെ വന്നു അവൾക്കുള്ള മരുന്നൊക്കെ ഒറ്റിച്ച് വാങ്ങിക്കൊണ്ടുവന്നു. അപ്പോൾ പെട്ടെന്ന് കേട്ടോ അവൾക്ക് പനി പെട്ടെന്ന് വരിക. അപ്പോൾ ചെറുതിൽ 2 വട്ടം ഫിക്സ് വന്നിട്ടുള്ളതുകൊണ്ട് പേടിയാണ് എനിക്ക്. അപ്പോൾ അവൾക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ വേഗം ഹോസ്പിറ്റലിലേക്ക് വരും കേട്ടോ. അപ്പോൾ നല്ല ചുമയുണ്ടായിരുന്നു. എന്തോ രാവിലെ ആയതുകൊണ്ട് കുട്ടികളുടെ ഒപ്പി രാവിലെ കേട്ടോ, വെളിയിട്ടാണ് വലിയവരുടെ ഒപ്പി. അതുകൊണ്ട് അത്ര തിരക്കൊന്നുമില്ല. പിന്നെ 3 ദിവസം 2 നേരമായിട്ട് ആവി പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ അന്ന് അവളെയും കൊണ്ടാണ് മുഴുവൻ ഹോസ്പിറ്റലിൽ. ഇനി വൈകുന്നേരം വരണം കേട്ടോ. അപ്പോൾ പിന്നെ അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ അങ്ങനെ അവൾ പിന്നെ നല്ല കുട്ടിയായതുകൊണ്ട് ഒരു ഭാഗത്തിരുന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവളുടെ കുഞ്ഞിലന്ന് അവൾ കാണിക്കുകയില്ലായിരുന്നു. അങ്ങനെ മാസ്ക് ഉണ്ടായിരുന്നു, അതൊക്കെ പഴയ വീട്ടിൽ നിന്ന് അങ്ങനെ പൊടി പിടിച്ച് പോയി. പിന്നെ വീണ്ടും പുതിയത് മേടിക്കേണ്ടി വന്നു കേട്ടോ. അങ്ങനെ ഞാനൊപ്പം ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ മുണ്ടാണ്ട് അടങ്ങി ഒതുങ്ങിയിരുന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ രാത്രി നല്ല പനി ഉണ്ടായിരുന്നു, ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല. 3 മണിക്ക് തുടങ്ങിയ ഛർദിയും പനിയും ചുമയും ഒക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും റിയാസ്ക്ക് രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല കേട്ടോ. പിന്നെ ആ നേരത്ത് വരാനൊരു പേടി, അത് കാരണം പിന്നെ നേരം വെളുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ചോറൊക്കെ വെച്ച് വാറ്റിയിട്ടാട്ടോ വന്നു. പിന്നെ ഇന്നലത്തെ പരിപ്പ് കറി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനിന്ന് കറിയൊന്നും വെക്കില്ല. പിന്നെ അവൾക്ക് വീട്ടിലേക്ക് വന്നു, അവൾക്ക് ഞാൻ കഞ്ഞി കൊടുത്തു, അവൾക്ക് മരുന്നൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നതും ഞാൻ ആദ്യം അവൾക്ക് കഞ്ഞി കേട്ടോ കൊടുത്ത്, കഞ്ഞിയും മരുന്നൊക്കെ കൊടുത്ത് അച്ചാർ കൂട്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.